സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് ഡൽഹി എത്രത്തോളം സിവിൽ സർവീസ് എക്സാമിനേഷൻ പ്രിപ്പറേഷന് ഇന്നെവിറ്റബിൾ ആണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ്. നമ്മൾക്ക് വസ്തുതകളിലൂടെ തന്നെ ഈ ചോദ്യം പരിശോധിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഓൾമോസ്റ്റ് 10-15 വർഷങ്ങൾക്ക് മുൻപ് ഡൽഹി UPSC ഉദ്യോഗാർത്ഥികളുടെ തീർത്ഥസ്ഥാനമാണ്, ഹോളി ലാൻഡ് ആണ്. സംശയമില്ല, ഡൽഹിയിലെ മുഖർജി നഗർ, ഓൾഡ് രാജേന്ദർ നഗർ എന്ന് പറയുന്ന സ്ട്രീറ്റുകളെല്ലാം UPSC സ്ട്രീറ്റ് ആയാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കാലഘട്ടം മാറിയപ്പോൾ സാങ്കേതിക വിദ്യയിൽ മാറ്റം സംഭവിച്ചു. സ്വാഭാവികമായും ഇന്ന് ഡൽഹിയിൽ ആ കാലഘട്ടത്ത് അവൈലബിൾ ആയിരുന്ന എല്ലാ മെറ്റീരിയൽസും കേരളത്തിൽ, എസ്പെഷ്യലി തിരുവനന്തപുരം നഗരത്തിലെ നഗരവീഥികളിൽ ലഭ്യമാണ് എന്നുള്ളതാണ് വസ്തുത. ഇതുകൂടാതെ നമ്മൾ തിരുവനന്തപുരത്തെയും ഡൽഹിയിലെയും പ്രിപ്പറേഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് പ്രതിവർഷം 40 മുതൽ 50 വരെ സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ വന്ന് സർവീസിൽ പ്രവേശിക്കുന്നുണ്ട്. ഇതിൽ 90% അല്ലെങ്കിൽ 85 മുതൽ 90% പേരും ഡൽഹിയിൽ യാതൊരു തരത്തിലും പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. 10-12 വർഷത്തിന് മുൻപ് എറണാകുളം ജില്ലാ കളക്ട്രേറ്റിൽ നടന്ന ഒരു സെമിനാറിൽ, അതായത് സിവിൽ സർവീസ് പരീക്ഷയുടെ ഫലപ്രഖ്യാപനത്തിന് ശേഷം എറണാകുളം കളക്ട്രേറ്റിൽ നടന്നൊരു സെമിനാറിൽ റാങ്ക് നമ്പർ 1, 2 and 4 ഇങ്ങനെ 3 കാൻഡിഡേറ്റ്സ് അവരുടെ വിജയത്തിന് ശേഷം കളക്ട്രേറ്റിൽ എത്തുകയും ഏറ്റവും സന്തോഷകരമായ, അഭിമാനകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരും ഇൻ്റർവ്യൂവിനല്ലാതെ, പേഴ്സണാലിറ്റി ടെസ്റ്റിനല്ലാതെ ഡൽഹി കണ്ടിട്ട് പോലുമില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്തരം വലിയ മാറ്റം ഈ തയ്യാറെടുപ്പിൻ്റെ സപര്യയിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കേണ്ട ഒന്നാണ്. സ്വാഭാവികമായും ഡൽഹിയിലുള്ള അന്തരീക്ഷത്തിൻ്റെ സാഹചര്യം, ഡൽഹിയിലെ ഭക്ഷണക്രമങ്ങളുടെ സാഹചര്യം, നമ്മുടെ സംസ്കാരത്തിൽ നിന്നും പൂർണ്ണമായും മറ്റൊരു സംസ്കാരത്തിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ സമ്മർദ്ദം, കോമ്പറ്റീഷൻ നൽകുന്ന ഇമ്മെൻസ് പ്രഷർ തുടങ്ങിയവ സ്വാഭാവികമായും ഒരു ഉദ്യോഗാർത്ഥിയുടെ പ്രിപ്പറേഷനെ ബാധിക്കുമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയ, ഏറ്റവും പ്രോമിസിംഗ് ആയ ഒരു ഓപ്ഷനാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷന് തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത്. അതും സൈലം IASന്റെ കൂടെയാണെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ചിറകുകളേകാൻ ഞങ്ങൾക്ക് സാധിക്കും.